ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സാന്റോണിയിൽ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ഇവിടെ ഡേ ടൂർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെന്റേ കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ റെന്റേ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഇത് ചെറിയൊരു ഐലൻഡ് ആണ്. അപ്പൊ വൺ ഡേ തന്നെ കവർ ചെയ്യാനുള്ളതേ ഉള്ളൂ. മെയിൻ അട്രാക്ഷൻസ് നമുക്ക് വൺ ഡേ തന്നെ കവർ ചെയ്യാം. നമ്മൾ ടൂർ പാക്കേജിലല്ല ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് മിക്കവാറും എല്ലാ സ്ഥലത്തും നമ്മൾ റെന്റേ കാർ എടുക്കുന്നുണ്ട്. മെയിൻ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റെന്റേ കാർ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദുബായിൽ നിന്ന് തന്നെ IDP എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സാന്റോറിന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സീസൺ നോക്കി വരരുത്. സീസൺ നോക്കി വരികയാണെങ്കിൽ ഇവിടെ ഭയങ്കര ഹോട്ട് ആയിരിക്കും, പിന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്പോട്ട്സ് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ അത്രയും ക്രൗഡഡ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്ലൈമറ്റ്, അത്ര ചൂടും ഇല്ല, അങ്ങനെ തണുപ്പില്ല. അപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ്. പിന്നെ അത്ര ക്രൗഡഡ് അല്ല, എല്ലാം ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ തൊട്ടടുത്താണ് ബ്ലൂ ഡോം ഫോട്ടോ സ്പോട്ട്. അപ്പോൾ നമ്മൾ റെന്റേ കാർ വരുന്ന ഒരു ഗ്യാപ്പിൽ ബ്ലൂ ഡോം പോയി ഫോട്ടോസ് എടുക്കാൻ പോവാണ്. നമ്മളെ റെന്റേ കാർ വന്നു. നമ്മള് പോയിക്കൊണ്ട് നിൽക്കാണ്. ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നാറി ബാക്കിൽ ടാബ് കാണുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത് കമാരി ബീച്ചാണ്. ഇവിടുന്ന് 14 കിലോമീറ്റേഴ്സ് ഉണ്ട്. 20-25 മിനിറ്റ്സ് കൊണ്ട് എത്തുമായിരിക്കും. ഇപ്പം നമ്മൾ കമാരി ബീച്ചിലെത്തി. അപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് അത്ര അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് പെബിൾസ് ആണ് കമാരി ബീച്ചിൻ്റെ പ്രത്യേകത. ഇത് ആക്ച്വലി ഒരു സാൻഡ് ബീച്ച് അല്ല, ഇവിടെ പെബിൾ ബീച്ചാണ്. മീൻസ് സാൻഡിന് പകരം ഇവിടെ മൊത്തം പെബിൾസ് ആണ്, ഈ ബ്ലാക്ക് പെബിൾസ്. നമ്മൾ ദുബായിൽ നിന്ന് പാക്ക് ചെയ്തപ്പോൾ നോർവിന്റെ ക്യാപ്പ് എടുക്കാൻ പറഞ്ഞു. നോർവിക്ക് ഒരു ക്യാപ്പ് വാങ്ങാം. Okay. Wow. Look handsome now. Happy? Now let's go. Let's go to the beach now. That time
some rocks will fell down, right, Amma? Yeah. If we go on lava mountain. ഇപ്പൊ നമ്മൾ വന്നത് ഫിർഗോസ് എന്ന് പറഞ്ഞ സാന്റോർണിയിലെ ഒരു വില്ലേജ് കാണാനാണ്. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയുണ്ട്. എനിക്ക് തോന്നുന്നു 100 സ്റ്റെപ്സ് ഉണ്ട്. നോക്കി ചേട്ടാ. ഐ തിങ്ക് ഇവിടുന്ന് വാങ്ങുന്നതല്ലോ. ഇല്ലടാ. Wait. Now we come. Can we take that out? No, you cannot. After some time. Take it out tomorrow? Yeah. Chalo. Right. That's it. Inda. Media. ഇതാണ് ഇവിടുത്തെ ഹൈയസ്റ്റ് പോയിന്റ്. നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് 200 സ്റ്റെപ്സ് എങ്കിലും പോയി. ഇപ്പൊ നമ്മൾ സാന്റോർണിയിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് വന്നാണ്. ജയ്പൂർ ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഇത് ഫിറെ പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ്. എന്താ ഉള്ളത്, നല്ല ഫുഡാണോ എന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ലൈറ്റ് ഹൗസിലേക്കാണ്. നമ്മൾ താമസിക്കുന്നത് ഒയ്യ പറഞ്ഞ സ്ഥലത്താണ്. ഒയ്യ സാന്റോർണിൻ്റെ ഒരു അറ്റത്താണ്. അപ്പം അവിടുന്ന് ഇങ്ങനെ വന്ന് ലൈറ്റ് ഹൗസിലേക്ക്. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം പോകുമ്പോൾ നമുക്ക് വൈറ്റ് ബിൽഡിങ്സ് കാണാം. അത് ഒയ്യാണ്, സാന്റോർണിൻ്റെ മറ്റേ അറ്റത്തുള്ള ഒയ്യാണ് ഇപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് കാണുന്നത്. ഇവിടെ ഒരു സിങ് ഉണ്ട്. അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിലെത്തി. ആക്ച്വലി ഇത് ക്ലോസ്ഡ് ആണ്, പക്ഷേ നമ്മൾ ആ പുറത്തുള്ള ഏരിയ നമുക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിക്കാം.
ഇത് ആക്ച്വലി ഒരു സൺസെറ്റ് സ്പോട്ടാണ്. ഒഴിയ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ടൂറിസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു സൺസെറ്റ് സ്പോട്ടാണിത്. ഇപ്പോൾ ഒരു 4:35 ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ സൺസെറ്റിന് കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ സൺസെറ്റ് കാണാൻ നിൽക്കുന്നില്ല. അപ്പം നമ്മൾ സൺസെറ്റ് ഒരു നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് കാണുന്നത്. നമ്മൾ സൺസെറ്റ് കാണാൻ വന്നത് ഇമ്രോവിഗ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആക്ച്വലി അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഒയ്യെ പോലെ തന്നെ കുറേ വൈറ്റ് ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. പക്ഷെ ഒയ്യേൻ്റെ അത്ര ക്രൗഡഡ് അല്ല. ഇവിടെ ഒരുപാട് ഔട്ട്ഡോർ ബാർസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ബാർക്കും റെസ്റ്റോറൻറ്റ് സ്പേസിൽ വന്നതാണ്. ഇവിടെ നമുക്ക് പ്രോപ്പർ സൺസെറ്റ് വ്യൂ കിട്ടും. സൺസെറ്റൊക്കെ കണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫിറ പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഫിറ ആക്ച്വലി സാന്റോറിനിയിൽ നൈറ്റ് ലൈഫിനൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. ഫിഷ് സ്പാ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് ഇപ്പം നമ്മൾ നമ്മളെ റൂമിലേക്ക് തിരിച്ചു പോവാണ്.
ഗുഡ് മോർണിംഗ്. നമ്മൾ സാന്റോറിനിയിൽ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ പ്ലഞ്ച് പൂള് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ജോലിയൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെ റൂം ചെക്ക് ഔട്ട് ചെയ്ത് എയർപോർട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ പാരീസ് ആണ്. Where are you going? And Disneyland. Oh, Disneyland. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.